എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറിയാണ്. നമ്മുടെ പഴയ കാലത്തെ തനിമ ഒട്ടും ചോർന്നു പോകാതെ നാടൻ രുചിയിൽ തയ്യാറാക്കുന്ന ഈ ചിക്കൻ കറി കപ്പയ്ക്കും ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കുമൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് നേരെ തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി 5 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞു വെക്കണം. കറിക്ക് വേണ്ടി 4 തക്കാളിയും 4 പച്ചമുളകും ഇതുപോലെ അരിഞ്ഞു വെക്കണം. അടുത്തതായി വേണ്ടത് 1 കഷ്ണം ഇഞ്ചിയും 12 അല്ലി വെളുത്തുള്ളിയുമാണ്. അത് ചതച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി വേണ്ടത് പൊടികളാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ 4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അരമുറി തേങ്ങ ചിരകി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വറുത്തെടുക്കണം. തേങ്ങയുടെ കൂടെ എരിവിനനുസരിച്ച് 2 ടീസ്പൂൺ കുരുമുളകും 5 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 4 ഏലക്കായും ചേർക്കണം. ഇനി ഇത് നന്നായി ഡ്രൈ ആയി വരട്ടെ. ഇനി ഇതിലേക്ക് 5 ചെറിയ ഉള്ളി കൂടി ചേർക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് നല്ലപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ കോരിയെടുത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇനി വേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയുമാണ്. അത് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ചിക്കനിലേക്ക് പൊടികൾ ചേർക്കുന്നതെന്ന് നോക്കാം. നേരത്തെ എടുത്തു വെച്ച പൊടികളും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് ചിക്കൻ നന്നായി മിക്സാക്കി വെക്കുക. അടുത്തതായി ചേർക്കേണ്ടത് മല്ലിപ്പൊടി പേസ്റ്റാണ്. അതിനായി ചൂടായ ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതും കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് പേസ്റ്റാക്കി ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച ചിക്കനിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച സവാള ഇടാം. കൂടെ തക്കാളി നീളത്തിൽ അരിഞ്ഞതും പച്ചമുളകും ചേർക്കണം. ചിക്കൻ കറിയിലേക്ക് വേണ്ട ഒരുവിധ സാധനങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നേരെ വേവിക്കാൻ വെക്കാം. പാത്രം മൂടി വെച്ച് ചെറുതീയിൽ ചിക്കൻ നന്നായി വെന്ത് വരട്ടെ. ആവശ്യമെങ്കിൽ 1/2 ഗ്ലാസോളം വെള്ളം ചേർക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി നോക്കണം. ഇനി ചെറുതീയിൽ പകുതി വെന്ത ചിക്കനിലേക്ക് നേരത്തെ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ചിക്കൻ്റെ കൂടെ നന്നായി ഇതും കൂടി വേവട്ടെ. ഇനി അടുത്തതായി ചേർക്കേണ്ടത് നേരത്തെ വറുത്ത് അരച്ചു വെച്ച തേങ്ങയാണ്. ഈ സമയത്ത് കറിക്ക് വേണ്ട ചാറിനനുസരിച്ച് വെള്ളം ചേർക്കാം. ചാറ് നന്നായി കുറുകി വന്നതിന് ശേഷം കറിവേപ്പില ഇടാം. സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി 1/2 കഷ്ണം സവാള ചെറുതായി കൊത്തിയരിഞ്ഞ് കറിയിലേക്ക് താളിച്ചൊഴിക്കണം. മല്ലിയിലയും ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മണമുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കറി നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.